നമസ്കാരം. വിഷുഫലം. വിഷുഫലത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. കൂടുതലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ എന്തെല്ലാമെന്നാണ് കൂടുതലുമായി ഇവിടെ പറയുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ വന്നു പോവുകയാണ്. എന്നാൽ എന്തെങ്കിലും ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. അതിനുവേണ്ടിയാണ് കൂടുതലും ദോഷമായിട്ടുള്ള ഫലങ്ങൾ പറയുന്നത്. പലരും പറയാറുണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാറുണ്ട്, ദോഷഫലങ്ങളാണ് കൂടുതലും പറയുന്നത് എന്തുകൊണ്ടെന്ന്. സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആരും ശ്രദ്ധിക്കാറില്ല, അതിനെ പിന്തുടരാറില്ല. നമുക്ക് എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം, അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ഇവിടെ പറയുന്നത് ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പറഞ്ഞു പോകുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ അവസാനം പരിഹാരം പറയും. പരിഹാരമൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഗുണഫലം ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. വ്യക്തമായി ഇപ്പോഴത്തെ ദശ അപഹാരങ്ങൾ പരിശോധിക്കുക. കാരണം ഈ വർഷം തന്നെ വ്യാഴം രാശി മാറുന്നു, ശനി രാശി മാറുന്നു, രാഹു കേതു രാശി മാറുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ജീവിതത്തിൽ പല മാറ്റങ്ങളും വരും. ഈ മാറ്റങ്ങൾ നമ്മുടെ ജാതകത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു, എന്തുമാത്രം ഭാഗ്യങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ദോഷങ്ങൾ വരുന്നതെന്നും ജാതകം നോക്കിയാലേ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ജാതകഫലം അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഭരണി നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് ഈ ഒരു വർഷ കാലഘട്ടം നിങ്ങൾ വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച മേഖലയിൽ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വിഷയത്തിൽ വിദ്യാഭ്യാസം നടത്തുവാനുമെല്ലാം സാധിക്കും. പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ വിജയം വന്നു ചേരുന്ന സമയം തന്നെയാണ്. കർമ്മ മേഖലയിൽ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഏത് മേഖലയും നിങ്ങൾക്ക് കീഴടക്കുവാൻ സാധിക്കും. പുതിയതായി നിങ്ങളുടെ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ഇതിനു മുൻപ് ഉണ്ടായിരുന്ന വ്യക്തികളെക്കാളും കൂടുതൽ നിങ്ങൾക്ക് ജോലി ചെയ്യുവാൻ സാധിക്കുകയും അംഗീകാരങ്ങൾ ലഭിക്കുകയും മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം ലഭിക്കുകയും അങ്ങനെ ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. കൂടാതെ നിങ്ങളുടെ മക്കളുടെ സംരക്ഷണത്തിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടാകും, അല്ലെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു മനസ്സിലൊരു സന്തോഷമുണ്ടാകും. കാരണം അത്രയ്ക്കും നിങ്ങൾ കഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുകയും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഈ നക്ഷത്രക്കാർ. അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ തിരിച്ച് അവരിൽ നിന്നും നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും നിങ്ങളോടുള്ള അനുസരണയും അവരുടെ ജീവിതത്തിലെ ഉയർച്ചയും എല്ലാം കണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. അസാധാരണമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നിസ്സാരമായി ചെയ്തു തീർക്കുവാൻ സാധിക്കും. മറ്റുള്ളവർ പറയും നിന്നെക്കൊണ്ട് സാധിക്കുകയില്ല, നീ അത് ചെയ്യരുത്, നിന്നെക്കൊണ്ട് പറ്റാത്ത കാര്യമാണ്, ചിലപ്പോൾ നീ തോറ്റുപോകും, പരാജയപ്പെട്ടു പോകുമെന്നെല്ലാം. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പണം നിക്ഷേപിച്ച് വസ്തുവോ അല്ലെങ്കിൽ വീടോ വാങ്ങുവാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ വളരെ അധികം ശ്രദ്ധയോടു കൂടി കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ വഞ്ചിക്കുവാൻ സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തി ആരാണോ അയാൾ ആരുമാകാം, നമ്മുടെ ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ ഈ ഒരു വസ്തു വാങ്ങുവാനോ ഒരു വീട് വാങ്ങുവാനോ അല്ലെങ്കിൽ വീട് വയ്ക്കുവാനോ വേണ്ടി പരിചയപ്പെടുന്ന വ്യക്തികളാകാം. നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ വഞ്ചിക്കുവാൻ സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധാപൂർവം മാത്രം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. കാരണം വളരെയധികം കഷ്ടപ്പെട്ട് ജീവിതത്തിലെ ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങുക അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുക എന്നുള്ളത്. ജീവിതത്തിന് ഒരു ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് അത് ലോണുകളും എല്ലാം എടുത്ത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടാൽ നമുക്കത് മാനസികപരമായി ഒരുപാട്
ദുഃഖം വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. ആര് പറയുന്നതിലും വിശ്വസിച്ച് വീണു പോകരുത്. കൃത്യമായ രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഈ കാര്യങ്ങൾ ചെയ്യുക. ദീർഘകാലമായി നിങ്ങൾ സൂക്ഷിച്ചിരുന്ന പല രേഖകളും, അതായത് നിങ്ങളുടെ ഓഫീസ് സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടുള്ള സൂക്ഷിച്ച രേഖകൾ കളഞ്ഞു പോകാനോ മോഷണം പോകാനോ സാധ്യതയുണ്ട്. ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ്. മുതിർന്ന വ്യക്തികളുടെയും അല്ലെങ്കിൽ നമ്മുടെ പിതൃക്കന്മാരുടെയും അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെയും എല്ലാം അനുഗ്രഹം കൂടെ ഉണ്ടാകുകയും നമുക്ക് നേട്ടമുണ്ടാകുകയും ചെയ്യും. പണമിടപാടുകൾ നടത്തുമ്പോൾ കൃത്യത പാലിക്കുവാൻ കഴിയാതെ വരുവാൻ ഒരു സാധ്യതയുണ്ട്. അതും വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് നമുക്ക് ചെയ്യുവാൻ പറ്റാത്ത ഒരു സമയമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കാരണം നമ്മളെ കൊണ്ട് ആ ഒരു സമയത്ത് പണം കൊടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വാക്ക് പറയാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരവും നേട്ടങ്ങളും വന്നു ചേരുന്ന സമയം തന്നെയാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. എന്നിരുന്നാലും വളരെയധികം സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. നിഷ്പ്രയാസം സാധിച്ചെടുക്കുക എന്ന് കരുതി നിങ്ങൾ ചെയ്യുന്ന പല കാര്യത്തിലും വിജയം കൈവരിക്കും എന്നുണ്ടെങ്കിലും കൂടെ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക. നിങ്ങളെ മറികടന്ന് അദ്ദേഹം മുന്നിലെത്തുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ നിന്നിരുന്ന അസ്വാരസ്യങ്ങൾ മാറിക്കിട്ടും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് മാറുകയും സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കുകയും എല്ലാം ചെയ്യുന്ന സമയം തന്നെയാണ്. ദൂരയാത്രകൾ പോകുവാൻ സാധിക്കും. തീർത്ഥയാത്രകൾ കൂടുതലായി പോകുവാൻ സാധിക്കുന്ന വർഷം തന്നെയാണ്. ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ലാഭം, നേട്ടം, ഉയർച്ച എന്നിവ വന്നു ചേരുന്ന വർഷമായിരിക്കും. താൽക്കാലിക ജോലിയിൽ ആ ജോലി സ്ഥിരമാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. വ്യാപാരം വിജയിക്കും. ചെറുകിട കച്ചവടക്കാർ, ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന വ്യക്തികൾക്ക് ലാഭങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. സ്ഥലമാറ്റം, ആഗ്രഹിച്ച സ്ഥലത്തേക്ക് തന്നെ നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും. പൊതുപ്രവർത്തകർക്ക് ആ പൊതുരംഗത്ത് നമ്മളുടെ ജീവിത പ്രശ്നങ്ങളും അല്ലെങ്കിൽ ജീവിത പ്രാരാബ്ദങ്ങളും മാറ്റിവെച്ച് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക്, പൊതുമേഖലയിലും അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, അതായത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ സഹോദരങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുകയും ആ സഹോദരങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു ചവിട്ടുപടിയായി മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ്. നിങ്ങൾ കൈകൊടുത്ത് അവരെ ആ വിജയത്തിലേക്ക് കയറ്റിവിടുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. പണമിടപാടുകൾ കൃത്യമായി നടക്കാത്തത് മൂലം കുടുംബത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കൃത്യമായി ആദ്യമേ പറയുന്നതാണ്, പണമിടപാടുകൾ വളരെ കൃത്യമായി ശ്രദ്ധയോടുകൂടി ചെയ്യുക. നിങ്ങൾക്ക് പേരുദോഷം കേൾക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നു. അകന്നു നിന്ന കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടുകയും സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഈയൊരു സമയത്ത് നിങ്ങൾ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം ജോലികൾ കൈകാര്യം ചെയ്യുക. കാരണം ജോലിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി നഷ്ടപ്പെടുവാനോ അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും താഴോട്ട് വരാനോ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അതായത് അവർ പറയുന്ന ആ ഒരു ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുവാൻ സാധിക്കാതെ നിങ്ങളുടെ ആ ഒരു ഗ്രേഡ് കുറയാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. പ്രത്യേകിച്ചും ഈ ഒരു വർഷം ശ്രദ്ധിക്കേണ്ടത് പണമിടപാടുകൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുക. ആരോഗ്യപരമായിട്ട് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെ ഉണ്ടാകുകയുള്ളൂ. അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സഹോദരങ്ങളുടെ വിവാഹം, അവരുടെ ജോലി, വിദ്യാഭ്യാസം, ഇതിനു വേണ്ടിയെല്ലാം പണം ചിലവാക്കുകയും അവർ വിജയത്തിലെത്തുകയും അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുകയും എല്ലാം ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിലുള്ള ആ ഒരു ഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരണം എന്നുണ്ടെങ്കിൽ, ഇവിടെ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുകയും ഉപാസിക്കുകയും ദേവിയുടെ ക്ഷേത്ര ദർശനം നടത്തുകയും ദേവിയുടെ നാമങ്ങൾ ജപിക്കുകയും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി അർപ്പിക്കുകയും ചുവന്ന പുഷ്പങ്ങൾ അർപ്പിക്കാം, ചുവന്ന പട്ടർപ്പിക്കാം, കുങ്കുമാർച്ചന നടത്താം. ഇങ്ങനെ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിയുടെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വർഷം മുന്നോട്ട് പോയാൽ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകുക തന്നെ ചെയ്യും. ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ദേവി ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുക. അതിനോടൊപ്പം തന്നെ ജാതകമൊന്ന് പരിശോധിച്ച് ജാതകത്തിലെ പരിഹാരവും കൂടി ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ വരികയും ചെയ്യും.